बार यीशु मसीह के नाम में स्नेहवंदन करता हूँ। ആമേൻ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. आज एक और बार प्रभु की सन्निधि में आने के लिए प्रभु ने हमें मौका दिया, इसके लिए प्रभु को धन्यवाद कहते हैं। നല്ല രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ ജിറ്റി ജോണിനെ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. अच्छी रीति से वर्शिप लीड करने के लिए जिट्टी दीदी को प्रभु ने आशीष दिया, आगे भी उनके लिए प्रार्थना करते रहेंगे। അതുപോലെ സോണുവിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. आगे भी सोने के लिए प्रार्थना करते रहेंगे। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം പൈതലിന്റെ ഈ നാളുകളിൽ ആമേൻ നമ്മുടെ മധ്യയെ ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ അതിശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒരു സെക്കൻഡ് ഓക്കെ, ഒരു സെക്കൻഡ്. ഓർഗനൈസേഷന്റെ ഫോൺ ഉണ്ടായിരുന്നു, അവിടുത്തെ രാജ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു എംബസിയുമായിട്ട്. 8-ാം തീയതി വരെ നീട്ടിക്കിട്ടി. കൊച്ച് ഡേഞ്ചർ ഘട്ടം തരണം ചെയ്തു. 8-ാം തീയതി അവര് പോകുന്നു. 8-ാം തീയതി നീട്ടിക്കിട്ടി. കുറച്ച് ക്യാഷ് കൊടുക്കേണ്ടി വന്നെങ്കിലും. के जो पोती के बारे में बताया है, उनका अभी थोड़ा शारीरिक क्लेशों से थोड़ा तो बदलावट हुआ है. 8 तारीख तक उनका जाने का टिकट बढ़ा के लिया है. हम उसके लिए प्रार्थना करना. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്നും സോണോന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകൾ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കാനായി ദൈവത്തെ സ്തുതിക്കുന്നു. आगे भी सोने के लिए प्रार्थना करते रहेंगे, ये दिनों में प्रभु उनको उपयोग करते हैं। അതുപോലെ ഇന്നലെ രാവിലെ 8 മണിയായപ്പോൾ എനിക്ക് ഓമന സിസ്റ്ററെ കോൾ ഉണ്ടായിരുന്നു. कल सुबह 8 बजे ओमनाटी का कॉल पास्टर जी को आया था. അപ്പൊ ഞാനിങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വളരെ സങ്കടത്തോടുകൂടെ ആണ് എന്നെ വിളിച്ചത്. मैं जाने के लिए एकदम रेडी होके बैठे, तभी बहुत दुख के साथ उन्होंने कॉल किया. സിസ്റ്റർ ഫോൺ വരുമ്പോൾ എനിക്കറിയാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ വിളിക്കാറുണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട്. मैं जानता हूँ जब भी आंटी को कॉल आता है तो कुछ प्रार्थना के विषय रहेगा, इसके लिए वो फटाफट से कॉल करते हैं करके. അപ്പോൾ തന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ അല്പം ബുദ്ധിമുട്ടാണ്. എന്തായാലും വിളിച്ച് ആശ്വസിപ്പിക്കുവാനും ഉടനെ തന്നെ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. और उन्होंने ऐसे कहा कि उनकी पोती को ऐसे हुआ है, उन सभी विषयों के लिए उनको थोड़ा शांति देकर प्रार्थना करने के लिए प्रभु ने मौका दिया. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉച്ചയ്ക്ക് നമ്മുടെ 4 മണിക്കുള്ള പ്രയറിന് മുമ്പ് വീണ്ടും കോൺടാക്ട് ചെയ്യാനിടയായി. तो 4 बजे के शाम को 4 बजे की जो प्रेयर है उससे पहले वापस उनको कांटेक्ट करने का मौका मिला. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പറഞ്ഞു ഒരല്പ വ്യത്യാസമുണ്ട്. എന്തായാലും ആ കുഞ്ഞിന്റെ പിതാവ് ചെന്ന് കാണുകയും കുഞ്ഞിനെ കാണുമ്പോൾ കുഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയാനിടയായി. तो तभी कहा कि थोड़ा बदलावट है, उनके जो पोती को जो पिता है मतलब ओमनटी के बेटे, वो जाके उनसे मिले और बच्ची हंसी वगैरह करके उन्होंने कहा. എന്നാൽ ഈ യാത്രയുടെ വിഷയത്തിൽ അവർ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. पर ये यात्रा के विषय में उनको बहुत बोझ था. പാസ്റ്റർ അത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുകയും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാനിടയായി. पास्टर जी ने वो ग्रुप पे मैसेज भी किया और सभी लोग उसके लिए मिलकर प्रार्थना भी किया है. എന്തായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കുഞ്ഞിന്റെ ജീവിതത്തിൽ വളരെ വ്യത്യാസം വരുത്തുകയും അവരുടെ യാത്ര തന്നെ നീട്ടിക്കിട്ടുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. इससे हमारा प्रार्थना प्रभु ने सुना है, वो बच्चे के जीवन में भी एक बदलावट आया है और उनका जो यात्रा का जो टिकट है वो भी थोड़ा बढ़ा के मिला हुआ है. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. एक बार सोच के देखिए, हम जो प्रार्थना करते हैं उसका उत्तर मिलता है. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മളത് മനസ്സിലാക്കുക. हमारे प्रार्थना की जो शक्ति है उसे हमें समझना है. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കാറുണ്ട്. हम लोग कई बार ये सोचते हैं कि हमारे प्रार्थना के विषय में उत्तर क्यों नहीं मिलता, या फिर हमारा प्रार्थना प्रभु सुनता है करके डाउट करते हैं. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി നൽകിക്കൊണ്ടേയിരിക്കുന്നു. पर हम जो भी विषय में प्रार्थना करते हो सभी विषय में प्रभु उत्तर देते जा रहा है. അത് നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് അതിന്റെ മറുപടി പ്രാപിച്ചെടുക്കാൻ കഴിയും. अगर हम लोग ये विश्वास के साथ प्रार्थना करते हैं कि प्रभु कार्य करने वाले हैं, तो निश्चय रीति में उसको उत्तर हम देख पाते हैं. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിയുടെ വിഷയത്തെ അവരുടെ വിഷയത്തെ നമ്മുടെ വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. एक व्यक्ति के विषय को हमारा विषय करके लेकर हम जब प्रार्थना करते हैं तो उधर प्रभु का कार्य दिखाई देता है. പലപ്പോഴും നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. कई बार हम कई विषयों के लिए प्रार्थना करते हैं. എന്നാൽ ആ വിഷയത്തെ അത് എന്റെ വിഷയമാണ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കഴിയും. तो हम वो हमारा विषय है या फिर वो हमारे जीवन में होगा तो कैसे होगा करके सोचकर हम प्रार्थना करते हैं, तो निश्चय रीति में प्रभु उधर कार्य करता है. കാരണം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞങ്ങ് വിടും.
क्योंकि कई बार हम प्रार्थना करेंगे करके बोलकर छोड़ देते हैं। ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഒരു അലസമായ ഒരു പ്രാർത്ഥന. कई बार हम लोग प्रार्थना करते हैं पर बहुत आलसी प्रार्थना करते हैं, എന്നാൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ആയിരിക്കും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. पर हृदय के साथ जब हम प्रार्थना करते हैं तो उधर प्रभु का कार्य दिखाई देता है। നമുക്ക് തുടർന്നും പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. आगे भी हम उनके लिए प्रार्थना करते रहेंगे। ആമേൻ. ഇന്ന് പകൽക്കാലം കിടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आज सुबह के समय आए हुए सभी लोग को यीशु मसीह के नाम में स्नेह वंदन। നമുക്ക് വേഗം ഒരു വചനത്തിലേക്ക് മടങ്ങി വരാം. हम लोग फटाफट से एक वचन की ओर आएंगे। 16-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യം. भजन संहिता 16वां अध्याय उसका 11वां वचन। 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം അതിന്റെ അവസാന വാക്യം ഒന്ന് വായിക്കാം. भजन संहिता 16 उसका 11वां वचन। ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. तू मुझे जीवन का रास्ता दिखाएगा, तेरे निकट आनंद की भरपूरी है, तेरे दाहिने हाथ में सुख सर्वदा बना रहता है। ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. इधर भजन संहिता लिखने वाले कहते हैं कि तू मुझे जीवन का रास्ता दिखाएगा। അതെ, നമുക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നത് കർത്താവാണ്. हमें जीवन का रास्ता दिखाने वाले मसीह है, കാരണം കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴി. क्योंकि मसीह ने कहा कि मैं खुद रास्ता हूँ। അവൻ യേശു ക്രിസ്തു വഴിയാകുമ്പോൾ ആ വഴി നമുക്ക് കാണിച്ചു തരും. अगर यीशु मसीह हमारे मार्ग है तो वो हमें मार्ग दिखाएंगे। ഇവിടെ സങ്കീർത്തനക്കാരൻ ആമേ പറയുന്നത് ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തന്നാൽ ആ ജീവൻ എനിക്ക് പ്രാപിക്കാൻ കഴിയും. इधर वचन संहिता लिखने वाले कहते हैं कि अगर जीवन का रास्ता मुझे दिखाएंगे तो मैं वो जीवन प्राप्त कर पाऊंगा। കാരണം ആ ജീവന്റെ വഴിയിൽ കൂടെ നടന്നാൽ മാത്രമേ ജീവിതത്തിലെ നന്മ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. क्योंकि वो जीवन के रास्ते से अगर मैं चलूंगा तो ही जीवन के आशीष में प्राप्त कर पाऊंगा। ആ ജീവന്റെ വഴിയിൽ കൂടെ നടക്കുമ്പോൾ മാത്രമേ ആ ദൈവ സന്നിധിയിൽ ചെന്ന് ചേരുവാൻ കഴിയത്തുള്ളൂ. जीवन के रास्ते से अगर मैं चलूंगा तो ही प्रभु के सानिध्य में जाकर मैं पहुंच पाऊंगा। താൻ പറയുന്നത് നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ടെന്ന്. तो कहते हैं कि तेरे निकट आनंद की भरपूरी है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരിക്കാം, പക്ഷെ ആ സന്തോഷ പരിപൂർണത ദൈവ സന്നിധിയിലാണ് ഉള്ളത്. हमारे जीवन में आनंद रहेगा पर आनंद की भरपूरी जब हम प्रभु के सानिध्य में रहते हैं तभी प्राप्त होता है। അവൻ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രൈസ് ദി ലോർഡ് ഒന്ന് വേഗം ഒന്ന് ചിന്തിക്കാം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എന്താ ലഭിക്കുന്നത്. हम लोग सुबह के समय ये सोचेंगे वो प्रभु के सानिध्य में हमें क्या क्या मिलता है, ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് എന്താ നൽകുന്നത്. वो प्रभु का सानिध्य हमें क्या देता है। അവൻ കഴിഞ്ഞ നാളുകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. हम लोग पिछले दिनों में यही सोच के आ रहे कि प्रभु का सानिध्य हमारे जीवन में क्या क्या करते आ रहा है। കാരണം ദൈവ സന്നിധിയിൽ മാത്രമേ അതെല്ലാം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. प्रभु के सानिध्य में हम लोग वो सब प्राप्त कर पाते हैं। അവൻ പത്രോസ് ദൈവത്തിന്റെ സന്നിധിയിൽ ആമേ നിന്നപ്പോഴാണ് തനിക്ക് പാപബോധം വന്നത്. पतरस जब प्रभु के सानिध्य में रुका था तभी उनके पाप का बोध उन्हें हुआ। മോശ ദൈവസന്നിധിയിൽ നിന്നപ്പോഴാണ് മോശയോട് ദൈവം സംസാരിക്കാൻ ഇടയായത്. जब मूसा प्रभु के सानिध्य में रुका था तभी मूसा से प्रभु ने बातें किया। അവന്റെ ജീവിതത്തിലെ ചില രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവസന്നിധിയിൽ നിന്നപ്പോഴാണ് അവന് മനസ്സിലായത്. उनके जीवन में कुछ बदलावट लाने के लिए प्रभु के सानिध्य में रहे तभी उन्हें समझ में आया। നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങളും ചില വിഷയങ്ങളും നടക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. हमारे जीवन में भी कुछ बदलावट अगर आना है तो हमें प्रभु के सानिध्य में रुकना पड़ेगा। കാരണം ആ ദൈവ സാന്നിധ്യമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. क्योंकि वो प्रभु का सानिध्य हमें रूपांतर करता है, हमारे अंदर एक बदलावट लाता है। അതുകൊണ്ടാണ് ഹിന്ദിയിൽ ഇങ്ങനെ ഒരു പാട്ട് പാടാറുണ്ട്, പരിശുദ്ധാത്മാവെ എന്നെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ. क्योंकि हिंदी में ऐसा गाना गाते हैं, पवित्र आत्मा मुझे यीशु मसीह की सन्निधि की ओर लेके जा। പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ. यीशु की ओर लेके जाने कहते हैं। കാരണം പ്രൈസ് ദി ലോർഡ് യേശുവിന്റെ ആ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തുന്നത്. यीशु मसीह का सानिध्य हमारे जीवन में कई सारे बदलावट लाता है। അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇവിടെ ഭക്തൻ പറയുന്നത് യേശുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. इसके लिए इधर भक्त कहते हैं कि प्रभु के सानिध्य में आनंद की भरपूरी है। ലോകത്തിൽ നമുക്ക് പല കാര്യങ്ങൾ ചിലപ്പോൾ സന്തോഷം നൽകിയെന്ന് വരാം. दुनिया में कई सारी चीजें हमें आनंद देता होगा, പക്ഷെ ആ എല്ലാ സന്തോഷത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു സമയമുണ്ട്. पर वो सभी आनंद के लिए एक लिमिट है या फिर एक समय है। ആ സമയം കഴിയുമ്പോൾ ആ സന്തോഷം വിട്ടുമാറും.
वो समय होने के बाद वो खुशी चला जाता है। എന്നാൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. पर वो प्रभु के सानिध्य में आते तो आनंद की भरपूरी हमें प्राप्त होता है, ആ കാരണം അത് ദൈവത്തിന് മാത്രമേ നമുക്ക് നൽകിത്തരാൻ കഴിയത്തുള്ളൂ ഈ സന്തോഷത്തിന്റെ പരിപൂർണത. क्योंकि वो बस प्रभु ही हमें वो आनंद की भरपूरी दे सकता है। ലോകപരമായിട്ട് പല വിഷയങ്ങൾക്കും നമ്മെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നെങ്കിലും दुनिया में कई सारी चीजें अगर हमें आनंद दे सकता है तो भी പക്ഷെ അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം അത് പോകത്തില്ല. उन सभी चीजों के लिए एक लिमिट है, उससे ज्यादा वो नहीं जाता है। ഒരിക്കൽ മദ്യപാനിയായ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാനിടയായി, एक बार दारू पीने वाले एक व्यक्ति से बात किया तो उन्होंने ऐसा कहा, ഞാൻ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മറക്കുവാൻ അല്പസമയം സന്തോഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ മദ്യപിക്കുന്നത്. मैं मेरे जीवन में जो भी समस्या है वो सब भूलने के लिए, थोड़े टाइम आनंद करने या फिर खुश रहने के लिए दारू पीता हूं करके कहा। പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? पर उन्होंने ऐसे एक बात कहा, ഞാൻ മദ്യപിച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നുപോയ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. मैं ये पीने के बाद जो कुछ बातें मैं भूल गया था वो सभी चीजें मेरे को याद आता है वापस। പണ്ട് മറന്ന കാര്യങ്ങൾ കൂടെ എനിക്ക് ഓർമ്മയിലോട്ട് വരുന്നു. पिछले बार जो भी चीजें पिछले सालों में जो कुछ भी चीजें भूल गया था वो सभी चीजें मुझे वापस याद आता है। അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ മദ്യപിക്കുന്നത്? तो मैंने पूछा कि फिर क्यों पी रहे हो? അല്പ സമാധാനം കിട്ടും അല്ലെങ്കിൽ അല്പം ആനന്ദം കിട്ടും, എല്ലാം മറക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവൃത്തി थोड़ा शांति मिलेगा या फिर थोड़ा खुशी मिलेगा, सब भूल जाऊंगा करके सोचने वाला जो कार्य है, അത് ഉണ്ടായിരുന്ന സമാധാനത്തെ കൂടെ കെടുത്തുക. जो शांति हमारे जीवन में है, उसको भी नाश कर दे रहा है। അതാണ് ഈ ലോകം നമുക്ക് തരുന്നത്. वही आनंद ये दुनिया हमें देता है। അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ തരുന്നത് ഈ ലോകം തരുന്നത് പോലെ അല്ല. इसीलिए यीशु मसीह ने कहा, मैं जो दे रहा हूँ ये दुनिया देने वाले जैसे नहीं है। ഞാൻ തരുന്നത് ഈ ലോകത്തിന് തരാൻ കഴിയത്തില്ല. मैं जो दे रहा हूँ ये दुनिया नहीं दे सकता है। കാരണം ലോകം തരുന്നതിന് ഒരു സമയമുണ്ട്, അതൊരു അല്പ സമയത്തേക്ക് മാത്രമായിരിക്കും. क्योंकि जो भी दुनिया दे रहा है वो कुछ समय के लिए, वो थोड़े समय के लिए रहता है हमारे साथ। ആ പിശാച് നമുക്ക് നൽകി തരുന്നതും ഇത് മാത്രമേ ഉള്ളൂ, ഒരു അല്പ സമയത്തേക്ക് വേണ്ടിയുള്ള സന്തോഷമായിരിക്കും തരുന്നത്. शैतान हमें जो कुछ भी देता है वो थोड़े समय के आनंद हमें देता है, പക്ഷെ ദൈവം നമുക്ക് നൽകുന്നത് അത് നിത്യത വരെയുള്ള പരിപൂർണതയാണ്. पर प्रभु हमें जो देता है वो अनंतता तक पूरी भरपूरी के साथ देता है। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷത്തിന്റെ പരിപൂർണതയാണോ വേണ്ടത്, അതോ അല്പസമയത്തേക്കുള്ള സന്തോഷമാണോ വേണ്ടത്? तो हमारे जीवन में ये आनंद की भरपूरी चाहिए या फिर थोड़ा सा आनंद चाहिए? പ്രിയമുള്ളവരെ, ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും എന്തൊക്കെ നമുക്ക് ലഭിച്ചാലും അതിനെല്ലാത്തിനും ഈ സന്തോഷ പരിപൂർണത നൽകാൻ കഴിയത്തില്ല. ये दुनिया में हम कुछ भी प्राप्त करें, जो कुछ भी प्राप्त कर रहे हैं वो थोड़े समय के लिए हमें आनंद दे सकता है, ये आनंद की भरपूरी नहीं दे सकता। എന്നാൽ ഈ സന്തോഷത്തിന്റെ പരിപൂർണത നമുക്ക് കർത്താവിൽ നിന്ന് മാത്രമേ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. पर ये आनंद की जो भरपूरी है हम प्रभु से प्राप्त कर पाते हैं। അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, സന്തോഷ പരിപൂർണത നിന്റെ അടുക്കലാ ഉള്ളത്. इसीलिए कहते हैं तेरे निकट आनंद की भरपूरी है। അതെ, പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷ പരിപൂർണത പ്രാപിക്കാൻ വേണ്ടിയാണ് ഭക്തൻ പറയുന്നത്, നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ये आनंद की जो भरपूरी है वो प्राप्त करने के लिए भक्त कहते हैं कि तू मेरे को जीवन का रास्ता दिखाना। കാരണം യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, क्योंकि जब हम प्रभु के सानिध्य में आते हैं നമ്മുടെ ജീവിതത്തിലെ പാപബോധം വരുത്തുന്നു, हमारे जीवन में पाप का बोध होता है, മാനസാന്തരത്തിന്റെ അനുഭവം നൽകുന്നു, मन परिवर्तन का एक अनुभव लाता है, നമ്മളെ ഒരു പ്രതിഷ്ഠയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു, हमें एक प्रतिष्ठा के अनुभव की ओर लेके आता है, നമ്മുടെ ജീവിതത്തിലെ ശാന്തത നൽകുന്നു, हमारे जीवन में शांति देता है, മാത്രമല്ല നമ്മെ പ്രൈസ് ദി ലോർഡ് സന്തോഷം നൽകുന്നു, हमें आनंद देता है, നമ്മെ പ്രൈസ് ദി ലോർഡ് ഉത്തേജിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, हमें प्रोत्साहित करता है, നമ്മുടെ ജീവിതത്തിന്റെ നിരാശകളും പ്രതികൂലങ്ങളെല്ലാം മാറ്റി തരുന്നു. हमारे जीवन में जो भी निराशा या फिर प्रतिकूल अवस्था सब में बदलावट लाता है, ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുന്നു. वो स्वर्ग की जो खुशी है, आनंद है, उसकी ओर हमें चलाता है। ഈ ലോകപരമായ സന്തോഷത്തിലോ ലോകപരമായ ആനന്ദത്തിലേക്കോ അല്ല, ये दुनिया की जो खुशी है या फिर दुनिया के आनंद की ओर नहीं है, ആ ദൈവിക സന്തോഷത്തിലേക്ക്, ദൈവിക ആനന്ദത്തിലേക്ക് നമ്മെ നയിക്കുന്നു. वो जो प्रभु के जो आनंद है या फिर खुशी है उसकी ओर हमें चलाता है। കാരണം ഈ ലോകപരമായിട്ടുള്ളത് എന്ത് നമുക്ക് ലഭിച്ചാലും അതെല്ലാം നമുക്ക് നഷ്ടമായി പോകും. क्योंकि ये दुनिया में जो कुछ भी हमें प्राप्त हो जाए वो सब कुछ नष्ट होने वाला है। നമുക്കറിയാം, നമ്മളെല്ലാം ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ കേട്ട ഒരു സംഭവം, हम सभी लोग जानते हैं, हम लोग सुबह जब उठे थे तो एक बात सुना था, അത് എല്ലാവരും രാത്രി കാലത്ത് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയതാ.
सभी लोग रात के समय बहुत अच्छे से सो रहे थे। കേരളത്തിലെ വയനാട് നടന്നതും കോഴിക്കോട് നടന്ന സംഭവം നമുക്കറിയാം. പെട്ടെന്ന് വന്ന ആ പ്രൈസലോട് മലവെള്ളത്തിൽ എല്ലാം ഒലിച്ചുപോയി. हम जानते हैं केरल के वायनाड और कोഴിക്കോട് में जो लैंडस्लाइड हुआ था, फटाफट से और सभी लोग उधर नाश हो गए। ആ വീടിരുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പൊ ഒരു നദി പോലെയായി. जो जो भी जगह पे घर था, उस सभी जगह पे अभी एक नदी के समान बह रहा है। ഒന്ന് ചിന്തിച്ച് അവർ എന്തുമാത്രം കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് അവരുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. उन्होंने कितने, वो एक बार सोच के देखिए, उन्होंने कितना सारा उनका जो जीवन है उसको प्लान करके सब रखा हुआ रहेगा। വരും ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ള എന്തൊക്കെ പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു. आगे के दिनों में क्या करना है, क्या क्या हमें करना बाकी करके कितना सारा प्लान उन्होंने बनाया रहेगा। അവരുടെ ഹൃദയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ആലോചിച്ച് ചിന്തിച്ചു വെച്ചിരുന്നിരിക്കാം. उनके हृदय में कितने सारे चीजों को सोच कर समझ कर रखा हुआ रहेंगे। രാത്രി കിടന്നുറങ്ങി രാവിലെ അവർക്ക് ആ പകൽക്കാലം കാണാൻ കഴിയാതെ പോയി. वो रात को सो गए पर वो सुबह के समय देख नहीं पाए। അവരുടെ സ്വപ്നങ്ങളും അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ തീർന്നുപോയി. उनका जो भी इच्छा था, जो भी आग्रह था, वो सब वहां पे खत्म हो गया। ഇതാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ. ये एक मनुष्य जीवन है। നമ്മൾ രാത്രികാലം കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. हम लोग रात को सो जाते हैं पर सुबह उठेंगे करके कोई गारंटी नहीं है। ഇന്നലെ മലയാളം മീഡിയയിൽ ഞാൻ ഈ വിഷയം പറയാനിടയായി. कल मलयालम मीटिंग में ये विषय कहा था। നമ്മൾ ഒരു സാധനം വാങ്ങിയാൽ കുറഞ്ഞ പക്ഷം ഒരു വാരണ്ടി എങ്കിലും നമുക്ക് കിട്ടും. हम लोग एक चीज अगर खरीदते हैं तो कम से कम एक वारंटी तो हमें मिलता है। നമ്മുടെ മനുഷ്യ ജീവിതത്തിന് വേണ്ടി എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? हमारे मनुष्य जीवन के लिए क्या गारंटी है? ഡോക്ടർ പറയും 48 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ. डॉक्टर कहते हैं कि 24 घंटा या फिर 48 घंटा रहेंगे करके। എന്നാൽ നമ്മുടെ ഫുൾ ഗ്യാരണ്ടി തരുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. पर हमें फुल गारंटी देने वाले एक ही व्यक्ति वो यीशु मसीह है। കാരണം കർത്താവ് നമുക്ക് ഗ്യാരണ്ടി തന്നത് നാളത്തേക്കോ ഒരു വർഷത്തേക്കോ ഒന്നുമല്ല. क्योंकि प्रभु ने हमें गारंटी जो दी है वो कल के लिए या फिर एक साल के लिए नहीं है। ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. लोगों के अंत तक मैं तेरे साथ रहूंगा करके कहा है। നിത്യതയോളം നമ്മെ നടത്താമെന്നുള്ള ഒരു വാഗ്ദത്തം കർത്താവ് തന്നെ. अनंत तक हमें चलाएंगे करके एक वायदा प्रभु ने हमें दिया हुआ है। അപ്പോ നിത്യത വരെ നടത്തുവാനുള്ള ഒരു ഗ്യാരണ്ടി തന്ന കർത്താവിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. तो अनंत तक हमें चलाएंगे करके गारंटी देने वाले प्रभु पे हम आश्रय रख रहे हैं। ഈ ലോകത്തിലെ എല്ലാത്തിനും ഒരു സമയവും അതിന്റെ പ്രൈസലോട് വാരണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നൽകുന്നത് ആ രീതിയിലല്ല. ये दुनिया में जो कुछ भी चीजें उसके लिए एक समय या फिर थोड़े समय की वारंटी हमें देता है, तो पर हमारे प्रभु वैसा नहीं है। ഇവിടെ ദൈവവചനം പറയുന്നത് ദൈവസന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണത നമുക്ക് ലഭിക്കുന്നു. वचन कहता है कि प्रभु के सन्निधि में आनंद की भरपूरी है। മാത്രമല്ല നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. और तेरे दाहिने हाथ में सुख सर्वदा बना रहता है। അതെ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തില് നമുക്ക് ലഭിക്കാത്തതെല്ലാം ദൈവസന്നിധിയിൽ മാത്രമേ പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ये दुनिया में हमें जो कुछ भी नहीं मिलता है वो सब प्रभु की सन्निधि से हम प्राप्त कर पाते हैं। നമ്മൾ പലപ്പോഴും ലോകത്തിലുള്ള വസ്തുക്കളെയും ലോകത്തിലുള്ളതിനെയാണ് സ്നേഹിക്കുന്നത്. ये हम लोग कई बार ये दुनिया में जो चीजें या फिर दुनिया की बातों में हम ज्यादा प्रेम रखते हैं। അതിലേക്ക് വേണ്ടി നമ്മൾ കിടന്ന് ഓടുക. उसके लिए हम लोग दौड़ करते रहते हैं। പക്ഷേ നമുക്ക് എന്താണ് നേടേണ്ടത് അത് നമ്മൾ മറന്നു പോവുക. पर हमें जो प्राप्त करना है उसके बारे में हम भूल जाता है। അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ രാത്രികാലം കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലെങ്കിൽ, इसलिए मैं पूछ रहा हूँ कि अगर रात को सो जाएंगे और सुबह उठेंगे करके हमें कोई गारंटी नहीं है, तो ഒന്ന് ചിന്തിച്ച് രാത്രികാലം കർത്താവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയും? ये रात के समय अगर प्रभु मसीह आते हैं तो हम लोग जा पाएंगे क्या? അല്ല, ഇന്ന് പകൽക്കാലം കർത്താവ് വന്നാൽ നമുക്ക് പോകാൻ കഴിയുമോ? तो ये सुबह के समय अगर मसीह आते हैं तो हम लोग जा पाएंगे क्या? നമ്മൾ അതിലേക്ക് വേണ്ടി ഒരുക്കമുള്ളവരാണോ? हम लोग उसके लिए तैयारी में है क्या? ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായ എല്ലാ പാപ സ്വഭാവങ്ങളെയും കളഞ്ഞ്, ये दुनिया में जब है तो हमारे जो अंदर जो भी पाप का स्वभाव है वो सबको छोड़कर, പത്രോസ് പറയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീരുക. पतरस जैसे कहते हैं उसी समान अभी जन्म लिए हुए जो बच्चे हैं उनके समान बनने के लिए कहते हैं। നമ്മുടെ ഹൃദയത്തിനകത്ത് പലവിധമാകുന്ന വിഷയങ്ങൾ അടക്കി വെച്ചിട്ട് കർത്താവ് വന്നാൽ ഞാൻ ഇപ്പൊ പോകുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? हमारे हृदय के अंदर कई सारे विषयों को रखकर मसीह आएंगे तो अभी मैं चला जाऊंगा करके कहकर क्या फायदा है? നമുക്ക് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? हमें हृदय खोलकर प्रेम करने होता है क्या? ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? हृदय खोलकर बात कर पाते हैं क्या?
ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവുമായിട്ട് സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? जैसे मसीह से बात करते हैं उसी से हम बाकी लोगों से हम बात कर पाते हैं क्या? യേശു പറഞ്ഞത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കും, यीशु मसीह ने कहा कि आप एक दूसरे से प्रेम रखने वाले बनो, അപ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. तभी तुम मेरे चेले करके पुकारे जाओगे। നമ്മൾ കാണുന്നവരെ സ്നേഹിക്കാതെ കാണാത്ത ദൈവത്തെ എത്ര സ്നേഹിക്കാൻ പറ്റും? हम लोग जो देखते हैं उनसे प्रेम नहीं करते, तो जो देखे नहीं उन प्रभु से हम लोग क्या प्रेम रख पाते हैं? ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ കൽപ്പന പ്രകാരം നടക്കേണ്ടതാണ്. हम ये जब दुनिया में है तो हम प्रभु के जो भी वायदा है उसके हिसाब से हमें जीना चाहिए। ഈ ലോകത്തിൽ കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കാതെ നമ്മൾ ഇരുന്നാൽ എങ്ങനെ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും? ये दुनिया में प्रभु ने हमें जो भी आदेश दिया उसका पालना करते हुए अगर हम नहीं रह पाते तो हम लोग स्वर्ग में कैसे जा पाएंगे? ഈ രാവിലെ സമയം നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ये सुबह के समय जब हम प्रभु की सन्निधि में बैठे तो अपने आप को एक बार परख के देखेंगे, കാരണം നാം ഇരിക്കുന്നത് ആ ദൈവിക സാന്നിധ്യത്തിലാണ്. क्योंकि हम वो प्रभु के सानिध्य में बैठे हैं। പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ആ ദൈവ സാന്നിധ്യത്തിലാണ്. पाप के बारे में, धर्मपना के बारे में और जो कुछ भी उसके बारे में हम लोग को बात बताने वाले प्रभु के सानिध्य में बैठे हैं हम। അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ ദൈവ സന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് പ്രൈസ് ദി ലോർഡ് ആ കർത്താവുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? एक बार हम परख के देखेंगे हम लोग प्रभु के साथ हृदय खोल कर बात कर पाते हैं क्या? എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്റെ ദൈവത്തിന് മാത്രമേ അത് കാണുവാൻ കഴിയത്തുള്ളൂ. मेरे हृदय के अंदर जो अवस्था है वो बस प्रभु देख पाते हैं, എന്റെ കൂടെയുള്ള ആർക്കും അത് കാണാൻ കഴിയത്തില്ല. मेरे साथ जो कोई भी है वो नहीं देख पाते हैं। എന്റെ വീട്ടുകാർക്കോ എന്റെ ബന്ധുക്കൾക്കോ എന്റെ ചാർച്ചക്കാർക്കോ എന്റെ സഭയ്ക്കോ ആർക്കും അത് കാണാൻ കഴിയത്തില്ല. मेरे घर वाले हो या फिर मेरे सभा के लोगों कोई भी वो समझ नहीं पाते हैं वो, പക്ഷെ അത് കാണുന്ന ഒരു വ്യക്തിയുണ്ട്. पर वो देखने वाला एक व्यक्ति है। അതാണ് ദാവീദ് പറയുന്നത്, ഞാൻ എവിടെ ചെന്ന് ഒളിക്കും അങ്ങയെ വിട്ട്. इसीलिए दाऊद कहते हैं कि मैं आपसे छुपकर किधर जाके छुपूं? അങ്ങയുടെ കണ്ണിൽ നിന്നും എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. आपकी आंखों से मैं छुपकर कहीं नहीं रह सकता। ഈ ലോകത്തിലെ പല വ്യക്തികളിൽ നിന്നും മറഞ്ഞിരിക്കാൻ പറ്റും, ये दुनिया के कई सारे लोगों से हम छुप के रह सकते हैं, പക്ഷെ ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. पर प्रभु से छुपकर हम नहीं रह सकते, കാരണം വചനം പറയുന്നത് അവന്റെ സന്നിധിയിലെ സകലതും നഗ്നവും മലർന്നതുമായിരിക്കുക. कि वचन कहते हैं कि उनके सामने सब कुछ एकदम साफ दिखाई देता है करके। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ऐसे है तो ये सुबह के समय हम प्रभु के सन्निधि में बैठे हैं तो നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. हमें खुद को परख के देखेंगे। അതെ, ഞാൻ എന്നെ തന്നെയാ പരിശോധിക്കേണ്ടത്. मैं खुद को परख के देखना है, എനിക്ക് വേറൊരു വ്യക്തിയെ പരിശോധിക്കാൻ കഴിയത്തില്ല. मैं दूसरे एक व्यक्ति को नहीं परख सकता है, വേറൊരു വ്യക്തിയുടെ കാര്യം എനിക്ക് അറിയാൻ പറ്റത്തില്ല. मैं दूसरे एक व्यक्ति के बारे में नहीं जान सकता हूँ, പക്ഷെ എനിക്ക് എന്നെ കുറിച്ച് അറിയാം. पर मैं अपने आप के बारे में जानता हूँ। എനിക്ക് എന്നെ കുറിച്ച് പരിശോധിക്കാൻ പറ്റും. मैं खुद को परख सकता हूँ। ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ऐसे है तो आज सुबह के समय अपने अंदर हम उतर के आएंगे। ഞാൻ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. मैं प्रभु के सानिध्य में बैठा हूँ, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന ആ ദൈവസന്നിധിയിൽ, पाप के बारे में बताने वाले, बोध देने वाले प्रभु के सन्निधि में, അത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ആ ദൈവസന്നിധിയിൽ, मन परिवर्तन की ओर हमें चलाने वाले प्रभु की सन्निधि में, പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന ആ ദൈവസന്നിധിയിലാണ് ഞാൻ ഇരിക്കുന്നത്. पश्चाताप की ओर चलाने वाले प्रभु की सन्निधि में मैं बैठा हूँ। ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാമോ? सुबह के समय अपने आप को परख के देखेंगे क्या? ആ ദൈവസന്നിധിയിലുള്ള സന്തോഷത്തിന്റെ പരിപൂർണത പ്രാപിച്ചെടുക്കുവാൻ, वो प्रभु के सन्निधि में जो आनंद की भरपूरी है उसको प्राप्त करने के लिए എന്റെ ജീവിതത്തിൽ തടസ്സമായിരിക്കുന്നതിനെ ഇന്ന് പകൽക്കാലം ഞാൻ ഉപേക്ഷിക്കുന്നു. मेरे जीवन में जो कुछ भी रुकावट बनकर रुका है उस सभी को मैं आज निकाल देता हूँ। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോടൊന്ന് സംസാരിക്കാമോ? और सुबह के समय प्रभु से बात कर पाते हैं क्या? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. अपने आंखों को बंद करेंगे, നമുക്ക് ആ ദൈവമായിട്ടൊന്ന് സംസാരിക്കാം. हम वो प्रभु से बातें करेंगे, വ്യക്തിപരമായി സംസാരിക്കാം. व्यक्तिगत रीति में बात करेंगे। മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചു, दूसरों के लिए हमने बात किया है, മറ്റുള്ളവർക്ക് വേണ്ടി നാം ദൈവത്തോട് അപേക്ഷിച്ചു. दूसरों के लिए प्रभु से अपेक्षा किया है। ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം. और सुबह के समय आप खुद को परख के देखेंगे, കർത്താവെ, അങ്ങ് എന്നെ കാണുമ്പോൾ എന്റെ അവസ്ഥ എങ്ങനെയുള്ളതെന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. प्रभु हमें जिस तरह से देखते हैं उस समय हमारा अवस्था क्या है करके हम परख के देखेंगे। മറ്റുള്ളവർ നമ്മെ കാണുന്നത് പല രീതിയിലായിരിക്കാം, दूसरे लोग हमें कई सारे रीतियों में देखते होंगे, എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം എന്നെ എങ്ങനെയാ കാണുന്നത്? पर ये सुबह के समय प्रभु मुझे कैसे देखता है? ആ ദൈവ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. प्रभु के हाथों में अपने आप को समर्पण करेंगे। ദൈവം കാണുന്ന രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം.
प्रभु जिस तरह से देखेंगे उस हृदय में हम अपने आपको समर्पण कर प्रार्थना करेंगे, കാരണം നമ്മെ വ്യക്തമായിട്ട് നമുക്കറിയാം, നമ്മുടെ ദൈവത്തിനും അറിയാം. क्योंकि हम अच्छे रीति से हमें जानते हैं और प्रभु भी हमें जानते हैं. ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. एक मिनट अपने आप को प्रभु के हाथों में सौंप कर प्रार्थना करेंगे. കർത്താവ് അങ്ങയുടെ വചനപ്രകാരം ആയി തീരുവാൻ, प्रभु आपके वचन के हिसाब से रहने के लिए, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ, आपकी इच्छा पूरा करने के लिए, അങ്ങ് ആമേൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്ന് മാറുവാൻ आप जिस तरह से इच्छा करते हो उस रीति में बदलने के लिए ഇന്ന് പകൽക്കാലം എന്നെ സമർപ്പിക്കുന്നു. आज के सुबह के समय में अपने आप को समर्पण करता हूँ. ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ, वो आनंद की भरपूरी की ओर पहुंचने के लिए, ലോകത്തിലുള്ള താൽക്കാലിക സന്തോഷമല്ല, दुनिया में जो तात्कालिक खुशी है उसमें नहीं है, ആമേൻ ആ നിത്യതയോളം എത്തിച്ചേരുന്ന वो अनंतता के ओर तक लेके जाने वाले, ആ സന്തോഷ പരിപൂർണത പ്രാപിക്കുവാൻ, वो आनंद की भरपूरी प्राप्त करने के लिए, ജീവന്റെ വഴിയിൽ നടക്കുവാൻ जीवन के रास्ते में चलने के लिए ഇന്ന് പകൽക്കാലം എന്നെ സമർപ്പിക്കുന്നു. आज के सुबह के समय अपने आप को समर्पण करता हूँ. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ये दुनिया और जो उसकी खुशियां है वो सब निकल जाएंगे, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. और जो प्रभु की इच्छा करता है वो हमेशा के लिए बने रहेगा. ഇന്ന് പകൽക്കാലം ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെങ്കിൽ നമുക്ക് അതിന്റെ പിന്നാലെ പോകണ്ട. ये दुनिया और उसके जो भी मोह है वो सब नष्ट होने वाला है, तो हम उसके पीछे नहीं जाएंगे. ഇവിടെ എന്തെങ്കിലും ലഭിച്ചാലും ഇല്ലെങ്കിലും അതല്ല നമ്മുടെ വിഷയം. इधर जो कुछ भी प्राप्त हो नहीं हो वो हमारा विषय नहीं है. നമ്മുടെ ലക്ഷ്യം ആ നിത്യതയാണ്. हमारा लक्ष्य वो अनंतता है. ആ നിത്യത നഷ്ടപ്പെടുത്തുന്നത് ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. वो अनंतता जो भी नष्ट करवाने वाले कोई भी चीज मेरे जीवन में नहीं चाहिए मुझे. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? सुबह के समय सौंप सकते हो क्या? നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे. സ്വർഗസ്ഥ പിതാവാ, ഞങ്ങളുടെ നല്ല ദൈവമേ, स्वर्गीय मेरे प्यारे पिता, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. अच्छे समय के लिए मैं आपको धन्यवाद कहता हूँ प्रभु. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിനായി സ്തോത്രം. एक और दिन हमारे लिए बना के दिया इसके लिए धन्यवाद. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. आज के सुबह के समय प्रार्थना करने वाले सभी लोगों को आपके हाथों में सौंप कर प्रार्थना करते हैं. ഓരോ ഹൃദയങ്ങളെയും അറിയുന്ന പരിശോധിക്കുന്ന ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. हर एक हृदय को जानने वाले परखने वाले प्रभु के हाथों में सौंपते हैं. നിത്യതയിലെത്തുവാൻ തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി अनंतता की ओर पहुंचने के लिए हमारे जीवन में रुकावट बनने वाले सभी चीजों को हटाकर ആ നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കുമാറാകണം കർത്താവ്. अनंतता के लिए हमें तैयार करना प्रभु. എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. सभी को आपके हाथों में सौंप कर प्रार्थना करते हैं. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. पिता पुत्र पवित्र आत्मा के नाम पे आशीष देते हुए प्रार्थना करते हैं. വരും ദിവസങ്ങളിൽ അതിലേക്കായി ഒരുങ്ങുവാൻ, അതിലേക്കായി ഓടുവാൻ ദൈവം ബലപ്പെടുത്തിയാട്ടെ. आने वाले दिनों में उसके लिए तैयार होने के लिए, उसके लिए दौड़ने के लिए अपने तैयार करना प्रभु. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ना हमें बल दिया इसके लिए धन्यवाद. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुना इसलिए धन्यवाद. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के अधिकार बने नाम से ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോണു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. നമുക്ക് സോണുവിനായി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് ഷെറീന സിസ്റ്ററാണ്. തുടർന്നുള്ള സമയം ഞാൻ ഷെറീന സിസ്റ്റർ കൈമാറുന്നു. थैंक यू पास्टर. प्रेज लॉर्ड. सबको जय मसीह की. एक और दिन प्रभु ने हमारे जीवन में जोड़ दिया, हम धन्यवाद करेंगे. जैसे अभी हमने सुना था सबने, जैसे केरला में जो हादसा हुआ है, परसों ये लोग सो रहे थे और कल सुबह जब उठा तो वो लोग था ही नहीं. उनका जो घर था ना कुछ, वो खुद भी नहीं रहा, उन्हें कुछ नहीं मालूम हुआ होगा क्या हो गया करके.